ദില്ലി കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ച അരവിന്ദർ സിംഗ് ലൗലി ബിജെപിയിൽ ചേർന്നു. ദില്ലി ബിജെപി ആസ്ഥാനത്തെത്തിയാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ലൗലിക്കൊപ്പം 3 മുൻ കോൺഗ്രസ് എംഎൽഎമാരും ബിജെപിയിൽ ചേർന്നു. बाद में फोटो एक साथ कराएंगे. मेरा आदरणीय हरदीप पुरी जी से और विनोद तावड़े जी से आग्रह है कि राजकुमार चौहान जी को भी पार्टी की विधिवत सदस्यता दिलाएं. 2017 ബിജെപിയിൽ ചേർന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസിൽ മടങ്ങിയെത്തിയ അരവിന്ദർ സിംഗ് ലൗലി ഒരിക്കൽ കൂടി ബിജെപി ആസ്ഥാനത്തിന്റെ പടികൾ കയറി. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിൽ ലൗലിയെ സ്വീകരിച്ച് പാർട്ടി അംഗത്വം നൽകി. ബിജെപിയിൽ അവസരം തന്നതിന് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ ലൗലി ദില്ലിയിലെ ജനങ്ങളെ രക്ഷിക്കാൻ ബിജെപിക്ക് ഒപ്പം പ്രയത്നിക്കുമെന്ന് വ്യക്തമാക്കി. मैं सर्वप्रथम देश के प्रधानमंत्री नरेंद्र मोदी जी का, राष्ट्रीय अध्यक्ष नड्डा जी का और देश के गृह मंत्री अमित शाह जी का दिल की गहराइयों से धन्यवाद करना चाहता हूं कि उन्होंने मुझे और तमाम हमारे इन साथियों को एक अवसर दिया है उस समय जब हम खुद सब लोग खोए खोए घूम रहे थे. മുൻ കോൺഗ്രസ് എംഎൽഎമാരായ രാജ്കുമാർ ചൗഹാൻ, നസീബ് സിംഗ്, നീരജ് ബസോയ, യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ അമിത് മാലിക് എന്നിവരും ബിജെപിയിൽ ചേർന്നു. ദില്ലിയിലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിലുള്ള അതൃപ്തി പരസ്യമാക്കിയാണ് ലവ്ലിയും മറ്റു നേതാക്കളും കോൺഗ്രസ് വിട്ടത്. ദില്ലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലും ലവ്ലി വിമർശനം ഉന്നയിച്ചിരുന്നു. അതേസമയം NCP നേതാവും മുൻ ദില്ലി മന്ത്രിയുമായ യോഗാനന്ദർ ശാസ്ത്രി കോൺഗ്രസിൽ ചേർന്നു. AICC ആസ്ഥാനത്ത് വെച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി ദീപക് ബാബരിയ അംഗത്വം നൽകി സ്വീകരിച്ചു. റിപ്പോർട്ടർ, ദില്ലി.